ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ലിമിറ്റേഷൻസ് ഓഫ് ബാർട്ടർ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാം. എന്നോട് ഒരു സബ്സ്ക്രൈബർ സപ്ലൈ ഓഫ് മണിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ചെയ്യാമോ എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ അടിസ്ഥാനപരമായിട്ട് ഉള്ള വീഡിയോകൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് മണി സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോസിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ മറ്റ് വീഡിയോയിലേക്ക് പോകുന്നതായിരിക്കും. ഇത് നമുക്ക് തള്ളിക്കളയാനാവില്ല. ലിമിറ്റേഷൻസ് ഓഫ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത് ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ബേസിക് ആയിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ലിമിറ്റേഷൻസ് ഓഫ് ബാർട്ടർ സിസ്റ്റം. ആദ്യം നമുക്ക് മീനിങ് ഓഫ് ബാർട്ടർ എക്സ്ചേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കാം. ബാർട്ടർ എക്സ്ചേഞ്ച് റെഫേഴ്സ് ടു എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ ഗുഡ്സ്. ഒരു സാധനത്തിന് വേണ്ടി മറ്റൊരു സാധനം കൊടുത്ത് ആ സാധനം മേടിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബാർട്ടർ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ആൻ എക്കോണമി വേർ ദർ ഈസ് എ ഡയറക്റ്റ് ബാർട്ടർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് കാൾഡ് എ ബാർട്ടർ എക്കോണമി. അതായത് ഇങ്ങനെ നടത്തുന്ന, അതായത് ബാർട്ടർ എക്സ്ചേഞ്ച് നിലനിൽക്കുന്ന ഒരു എക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥയെ വിളിക്കുന്നത് ബാർട്ടർ എക്കോണമി എന്ന് വിളിക്കുക. ഓർ സി എക്കോണമി. ഇവിടെ സി എന്ന് പറയുന്നത് കമ്മോഡിറ്റി ഫോർ കമ്മോഡിറ്റി എക്കോണമി എന്നും അറിയപ്പെടുന്നുണ്ട്. അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എ ഫാമർ ഗീവ്സ് റൈസ് ആൻഡ് ഗെറ്റ്സ് ക്ലോത്ത് ഫ്രം ദ വീവർ ഇൻ റിട്ടേൺ. അതായത് ഒരു ഫാമർ അരി കൊടുത്തിട്ട് തിരിച്ചെന്ത് മേടിക്കുന്നു, ഒരു നെയ്ത്തുകാരൻ്റെ കയ്യിൽ നിന്ന് തുണി മേടിക്കുന്നതാണ് ഒരു ബാർട്ടർ സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പം ഇതിൽ പറയേണ്ടത്, ബാർട്ടർ സിസ്റ്റം ക്യാൻ വർക്ക് വെൻ ദർ എക്സിസ്റ്റ് ഡബിൾ കോ ഇൻസിഡൻസ് ഓഫ് വാണ്ട്സ്. അതായത് ഡബിൾ കോ ഇൻസിഡൻസ് ഓഫ് വാണ്ട്സ് എന്നൊരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ബാർട്ടർ എക്സ്ചേഞ്ച് നിലനിൽക്കത്തുള്ളൂ. അതായത് മുകൾ പറഞ്ഞ എക്സാമ്പിളിൽ ഇപ്പോൾ ഫാമർ അരി കൊടുത്തിട്ട് തുണി മേടിക്കുന്നു, എന്നാൽ ഈ ഫാർമറിന് തുണിയും വേണം, എന്നാൽ നെയ്ത്തുകാരന് അരിയും വേണം എന്ന ഒരു ഡബിൾ കോ ഇൻസിഡൻസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബാർട്ടർ വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അതാണ് എൻ്റെ ബാർട്ടർ എക്സ്ചേഞ്ചിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അടുത്തത് ലിമിറ്റേഷൻസ് ഓഫ് ബാർട്ടർ എക്സ്ചേഞ്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഡബിൾ കോ ഇൻസിഡൻസ് ഓഫ് വാണ്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാർട്ടർ സിസ്റ്റം ക്യാൻ വർക്ക് ഓൺലി വെൻ ബോത്ത് ബയർ ആൻഡ് സെല്ലർ ആർ റെഡി ടു എക്സ്ചേഞ്ച് ഈച്ച് അതേഴ്സ് ഗുഡ്. ഞാൻ നേരത്തെ നെയ്ത്തുകാരൻ്റെയും ഫാർമറിൻ്റെയും എക്സാമ്പിൾ പറഞ്ഞതുപോലെ. ഓക്കെ, രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ. അതായത് ഇൻ ബാർട്ടർ സിസ്റ്റം ഓൾ കമ്മോഡിറ്റീസ് ആർ നോട്ട് ഓഫ് ഈക്വൽ വാല്യൂ. ഇപ്പം നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അരിയും തുണിയും, ഇതിന് അരിക്ക് എത്ര വാല്യൂ, അതിൻ്റെ മൂല്യം എത്രയാണ്, പിന്നെ തുണിയുടെ മൂല്യം എത്രയാണ്, അതിന് ഒരു എത്ര മൂല്യം ഉണ്ടെന്ന് അതിനെ അളക്കാൻ പറ്റത്തില്ല. എത്ര അരി കൊടുത്താലാണ് ഒരു തുണി കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈക്വൽ വാല്യൂ ആൻഡ് ദർ ഈസ് നോ കോമൺ മെഷർ ഓഫ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എത്ര അളവിലാണ് അതിൻ്റെ ഓരോ എക്സ്ചേഞ്ച് ചെയ്യുന്നതിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇൻ വിച്ച് എക്സ്ചേഞ്ച് റേഷ്യോസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ്. അതായത് നമുക്കൊരു എക്സ്ചേഞ്ച് റേഷ്യോ, ഇപ്പം 2 കിലോ അരി കൊടുത്താൽ ഇത്ര മീറ്റർ തുണി കിട്ടുന്നു, എങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ളൊരു എക്സ്ചേഞ്ച് റേറ്റ് ഒന്നും നിലനിൽക്കുന്നില്ല. അപ്പോഴത്തേക്ക് അവർക്ക് എന്താണ്, ബാർഗെയിനിങ് പവറിനനുസരിച്ചായിരിക്കും ആയിരുന്നിരിക്കണം അവർ എന്ത് ചെയ്തിരുന്നത്, എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ലിമിറ്റേഷൻ, ബാർട്ടർ സിസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഡീഫേർഡ് പേയ്മെൻറ്റ്സ്. അതായത് ഡീഫേർഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നും കുറച്ച് രൂപ കടം മേടിച്ചു, ഞാനത് 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ കഴിഞ്ഞിട്ട് തരാം എന്നുള്ള ഒരു വ്യവസ്ഥയില്ല. അതിന് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലായിരുന്നു. ഈ ബാർട്ടർ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് അവിടെ ഇല്ലായിരുന്നു. അത് എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, അണ്ടർ ബാർട്ടർ സിസ്റ്റം കോൺട്രാക്ട്സ് ഇൻവോൾവിംഗ് ഫ്യൂച്ചർ പേയ്മെൻറ്റ്സ് ഓർ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് കനോട്ട് ടേക്ക് പ്ലേസ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഒന്നും അവിടെ ബാർട്ടറിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത്തെ കാരണം, the borrower may not be able to arrange goods of exactly same quality at the time of repayment. ഉദാഹരണത്തിന്, ഞാൻ ഇന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നും 10 മാങ്ങ മേടിച്ചു, ഇനി 2 മാസം കഴിഞ്ഞിട്ട് തിരികെ തരുമ്പോഴത്തേക്ക് എന്താണ്, ഇതേ ക്വാളിറ്റി നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള അതേ ക്വാളിറ്റിയുള്ള മാങ്ങ തന്നെ ആ ക്വാളിറ്റി ചിലപ്പോൾ അവിടെ കിട്ടണമെന്നില്ല. മനസ്സിലായില്ലേ? പിന്നെ അടുത്തത്, there may be conflicts regarding which specific commodity is to be used for repayment. അതായത് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാധനം തിരികെ നൽകുമ്പോഴത്തേക്ക് ഏത് സ്പെസിഫിക് കമ്മോഡിറ്റി വെച്ച് റീപേ ചെയ്യണം, ഇതും അവിടെ ബുദ്ധിമുട്ടായിട്ടിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഈ ഡീഫേർഡ് പേയ്മെൻറ്റ് സാധ്യമാകാതെ പോയത്. പിന്നെ അടുത്ത പോരായ്മ എന്ന് പറയുന്നത്, ദ കമ്മോഡിറ്റി ടു ബി റീപെയ്ഡ്, അത് തിരികെ കൊടുക്കേണ്ട കമ്മോഡിറ്റി ഇല്ലേ, മേ ലൂസ് ഓർ ഗെയിൻ ഇറ്റ്സ് വാല്യൂ അറ്റ് ദ ടൈം ഓഫ് റീപേയ്മെൻറ്റ്. ഉദാഹരണത്തിന്, ഞാനിപ്പം നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിക്ക് ഷോർട്ടേജ് ഉള്ളപ്പോഴായിരിക്കും ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ സാധനം മേടിച്ചത്. അപ്പോഴത്തേക്കും ആ സമയത്ത് ആ സാധനത്തിന് ഒരുപാട് വാല്യൂ ഉണ്ടായിരുന്നു. പിന്നീട് ആ സാധനം ഒരുപാട് സുലഭമായി കിട്ടുന്ന വേളയിൽ ഞാൻ തിരികെ തന്നു കഴിഞ്ഞാൽ ആ സാധനത്തിന് അത്രയും വാല്യൂ ഉണ്ടാവില്ല. അതാണ് അവസാന സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്.
അടുത്ത നാലാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ. നമുക്ക് അധികം നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഇപ്പം അണ്ടർ ബാർട്ടർ സിസ്റ്റം അന്ന്, അതായത് ബാർട്ടർ സിസ്റ്റം നടന്നിരുന്ന ആ സമയത്ത് എന്താണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് അല്ലേ. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ അണ്ടർ ബാർട്ടർ സിസ്റ്റം ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ പീപ്പിൾ ടു സ്റ്റോർ വെൽത്ത് ഫോർ ഫ്യൂച്ചർ യൂസ്. മനസ്സിലല്ലേ, ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടി അത് സ്റ്റോർ ചെയ്യാൻ ഇത് വെക്കാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ കാരണം എന്തൊക്കെയാണ്? മോസ്റ്റ് ഓഫ് ദ ഗുഡ്സ് ഡു നോട്ട് പൊസസ് ഡ്യൂറബിലിറ്റി ഇല്ലാത്ത, നീണ്ടു നിൽക്കാത്ത ഉൽപ്പന്നങ്ങളായിരുന്നു അത്. പിന്നെ ദെയർ ക്വാളിറ്റി ഡിറ്റീരിയറേറ്റ്സ് വിത്ത് പാസേജ് ഓഫ് ടൈം. കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കും തോറും അതിൻ്റെ ക്വാളിറ്റി നശിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം. പിന്നെ അടുത്തത് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് റിക്വയർസ് ടൈം ആൻഡ് എഫേർട്സ്. അതായത് എന്താണ്, ഗുഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് ഒരുപാട് സമയവും ഒരുപാട് എഫേർട്ടും ആവശ്യമാണ്. ഇങ്ങനെയുള്ള പോരായ്മകളെല്ലാമാണ് എന്തിനുണ്ടായിരുന്നത്? ബാർട്ടർ സിസ്റ്റത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് മണി എന്ന മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഉദയം ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ വിശദവിവരങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.